സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേരിൽ പ്രചാരണം നടത്തുന്ന വാര്യംകുന്നൻ കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെ മാപ്പിള കലാപകാലത്തെ കൂടുതൽ ക്രൂരതകൾ പുറത്ത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള മാധ്യമം ആഴ്ചപ്പതിപ്പിൽ 2018 ഒക്ടോബറിലാണ് മാപ്പിള ലഹള സമയത്ത് ജീവിച്ചിരുന്ന ആക്കപ്പറമ്പിൽ സെയ്ദ് അലി ഹാജിയുടെ എക്സ്ക്ലൂസീവ് അഭിമുഖം പ്രസിദ്ധീകരിച്ചത്. 57 വർഷത്തിന് ശേഷം കണ്ടെടുത്ത ഡയറി കുറിപ്പുകളാണ് ആഴ്ചപ്പതിപ്പിൽ. മാപ്പിള കലാപകാലത്ത് നിരവധി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വാര്യംകുന്നൻ്റെ പേരിൽ മലപ്പുറം നഗരസഭ നഗരത്തിൽ സ്മാരകമായി ടൗൺ ഹാൾ വരെ നിർമ്മിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, മാപ്പിള ലഹളയുടെ കാലത്ത് കുഞ്ഞൻ നടത്തിയ നരഹത്യയുടെ അല്ലെങ്കിൽ വംശഹത്യയുടെ ക്രൂരമായ തെളിവുകൾ അല്ലെങ്കിൽ ക്രൂരമായ വിവരങ്ങൾ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ 2018 ലേഖനമായി തന്നെ പുറത്തു വന്നല്ലോ. കൂടുതൽ വിവരങ്ങൾ. മലപ്പുറത്ത് വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിക്ക് അദ്ദേഹത്തിന്റെ സ്മാരകമായി ഒരു ടൗൺ ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി ഒളിവിൽ കഴിഞ്ഞിരുന്ന ചേക്കോട് എന്ന സ്ഥലത്ത് ഒരു സ്മാരകം പണിയാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടടക്കം അനുവദിച്ചിട്ടുണ്ട്. അതായത് വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേരിലാണ് ഇത്തരത്തിലുള്ള പ്രചാരണം നടക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി സ്മാരകം നിർമ്മിക്കുന്നതും അതിനുവേണ്ടി ഫണ്ട് അനുവദിക്കുന്നതും ഇത്തരത്തിൽ ടൗൺ ഹാൾ അടക്കം നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു മാപ്പിള കലാപകാലത്ത് കൃത്യമായി തന്നെ വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ ഹിന്ദു കൂട്ടക്കൊല നടത്തി എന്നതിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങളിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ചരിത്ര പുസ്തകങ്ങളിൽ അടക്കം അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്ത 2018 മാധ്യമത്തിന്റെ ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു ലേഖനം കൂടിയാണ്. അക്കപ്പറമ്പിൽ സെയ്ദ് അലി ഹാജി എന്ന വ്യക്തി, അതായത് അന്ന് 1880 കാലഘട്ടത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ മാപ്പിള കലാപകാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഡയറി കുറിപ്പുകളാണ് ഈ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഒരു ഡയറിയായി അല്ലെങ്കിൽ അതിൽ ഒരു ലേഖനമായി എഴുതിയിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അക്കപ്പറമ്പിൽ സെയ്ദ് അലി ഹാജി തന്നെ അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളിൽ പറയുന്നതായി ഈ ലേഖനത്തിൽ പറയുന്നത്, ഈ മാപ്പിള കലാപ കാലത്ത് നിരവധി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പേരെ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യക്തിവൈരാഗ്യം വെച്ച് മുസ്ലിങ്ങളിലെ ചില പ്രമാണിമാരെ അടക്കം ആലി മുസ്ലിയാരുടെയും അതോടൊപ്പം തന്നെ വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൊല ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ കലാപങ്ങൾ ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മാപ്പിള കലാപം നടന്ന മലപ്പുറം ജില്ലയിലും മലബാറിലെ മറ്റു പ്രദേശങ്ങളിലും അടക്കം കോഴിക്കോട് ജില്ലകളിലടക്കം അത്തരത്തിൽ വലിയ രീതിയിൽ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു, കലാപങ്ങൾക്ക് ആഹ്വാനം നൽകിയിരുന്നുവെന്ന് കൃത്യമായി തന്നെ ഈ ആക്കപ്പറമ്പിൽ സെയ്ദ് അലി ഹാജിയുടെ ജീവചരിത്രത്തിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ എഴുത്തുകളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തുടരുക.